ആലപ്പുഴയിലെ CPM സമ്മേളനത്തിൽ പ്രതിനിധികളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നു. വ്യക്തി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവായത് നല്ല ലക്ഷണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി മനീഷ് ചേരുന്നു. മനീഷ്, വിശദാംശങ്ങൾ. ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ചർച്ചയ്ക്കൊടുവിൽ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പ്രതിനിധികളെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ജില്ലാ സമ്മേളനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കുറി വലിയ പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിവാദങ്ങൾക്കുള്ള അത്തരമുള്ള സാധ്യതകളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ക്രിയാത്മകമായ ചർച്ചയിലാണ് പങ്കെടുത്തത്. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് നേതാക്കൾക്കോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുതന്നെ വലിയ രീതിയിലൊരു മികച്ച കാര്യമായിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മറ്റു ചില കാര്യങ്ങളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായുള്ള ബന്ധം അത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം CPIM-നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് NCPക്കെതിരെയും അതുപോലെ തന്നെ CPIക്കെതിരെയും ഒക്കെ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർത്തിരുന്നു. അതുപോലെ തന്നെ ഏരിയ സമ്മേളനങ്ങളൊക്കെ നടന്നപ്പോൾ കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം ഒരു സമീപനം വേണം, എല്ലാ കാര്യത്തിലും ആളുകളോടൊരു പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതി നമുക്ക് വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും പാർട്ടിക്കാർക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതെപ്പോഴും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളെ ചേർത്ത് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അത് അങ്ങനെ തന്നെ തുടരണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കളെയും ഒപ്പം ചേർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് SNDP-യോടൊക്കെ എപ്പോഴും സൗഹൃദം സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും മുഖ്യമന്ത്രി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ചർച്ചയായത്, അതായത് ഒന്നാം ദിവസം തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്ത കാര്യമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പലയിടങ്ങളിലായി ഉണ്ടായ വോട്ട് ചോർച്ച. പ്രത്യേകിച്ച് ഹരിപ്പാട് അതുപോലെ തന്നെ അമ്പലപ്പുഴ, കായംകുളം ഏരിയയിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച CPIM-ന് ഉണ്ടായിരുന്നു. ഈ വോട്ട് ചോർച്ച പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കും. ഇത് തന്നെ പ്രതിനിധി ചർച്ചയിൽ വലിയ വിഷയമായി മാറുകയും ചെയ്തിരുന്നു. ഇതിനൊരു പരിഹാരവും ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം കഴിയുമ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ 3 സ്ഥലങ്ങളിൽ അമ്പലപ്പുഴ അതുപോലെ തന്നെ കായംകുളം, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ പ്രത്യേക സമിതി രൂപീകരിച്ച് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടി പ്രത്യേക യോഗങ്ങൾ ചേരും. ഇത് പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ചർച്ചകൾ ഉണ്ടാവുക. അത്തരത്തിൽ യോഗങ്ങൾ ചേർന്ന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തും. അതിനുശേഷം സാമുദായിക നേതാക്കളെ എല്ലാം തന്നെ ഒപ്പം നിർത്തിക്കൊണ്ട് പോയ വോട്ടുകളെല്ലാം തന്നെ തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അരുണ്യ, അതാണ് ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചകളിലാണ് മുഖ്യമന്ത്രി അഭിനന്ദിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ്.